ഹലോ ഡോക്ടർ അബ്ദുസലാം ഉമർ വിത്ത് യു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഈ പല റിലേഷൻഷിപ്പ് കോച്ചിങ്ങിന് അല്ലെങ്കിൽ പേഴ്സണൽ കോച്ചിങ്ങിനൊക്കെ വരുമ്പോഴേ ഓരോ ആളുകളുടെയും ദാമ്പത്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻസ് കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലായ, അതായത് യാഥാർത്ഥ്യബോധവുമായി ബന്ധപ്പെടാത്ത കുറേ എക്സ്പെക്റ്റേഷൻസ് കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു ആശയമാണ് ഞാൻ അതിൽ പറയുന്നത്. നമ്മുടെ സ്പൗസ് ഏത് ടൈപ്പാണ് അല്ലെങ്കിൽ ഏത് സ്റ്റാൻഡേർഡ് ആണ് എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. അതിനനുസരിച്ചുള്ള എക്സ്പെക്റ്റേഷൻസ് നമുക്ക് ഉണ്ടാവാൻ പറ്റുള്ളൂ. ഒരു അഞ്ചോ ആറോ ടൈപ്പ് ഞാൻ പറഞ്ഞുതരാം. അതിലൊന്ന്, ഒരു ഒരു സാധാരണ കുടുംബത്തിലെ ഒരു സാധാരണ വീട്ടമ്മയാണ്, വിദ്യാസമ്പന്നയല്ലാത്ത ഒരു സാധാ വീട്ടമ്മയാണ് നമ്മുടെ സ്പൗസ് എന്ന് നമ്മൾ തീരുമാനിക്കാം. അങ്ങനെയാണെങ്കിൽ അവളിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കാം. അവൾ രാവിലെ എണീക്കും, ഭക്ഷണം ഉണ്ടാക്കും, നമ്മൾ എണീക്കുന്നതിന് മുമ്പ് കോഫി കൊണ്ടുവരും, നമുക്ക് ചായ ഉണ്ടാക്കി തരും, നമ്മളെ കുട്ടികളെ സ്കൂളിൽ പറഞ്ഞേക്കും, മുറ്റം അടിക്കും, വീട് നോക്കും, വീട് തുടക്കും. നമ്മൾ തിരിച്ചു വരുമ്പോഴേക്ക് കുട്ടികൾക്ക് അവർ സ്നാക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, മറ്റേ പൂമുഖ വാതിൽക്കൽ പുഞ്ചിരി തൂകി അവിടെ കുളിച്ച് മാറ്റി നിൽക്കുന്നുണ്ടാവും. അങ്ങനെ അങ്ങനെ എല്ലാ രീതിയിലും അവൾ നമ്മൾ വിചാരിച്ച ആ ഒരു ട്രഡീഷണൽ വൈഫായിരിക്കും. അതിന് ഡ്രോബാക്ക് ഉണ്ട്. നിങ്ങളിപ്പോൾ നാളെ ഒരു, ഫോർ എക്സാമ്പിൾ, ഒരു നിങ്ങളുടെ കമ്പനിയിലെ ഒരു ഭയങ്കര പാർട്ടി, ഒരു ആനുവൽ ഫംഗ്ഷന് വന്നിട്ട് അവൾ സ്റ്റേജിൽ വന്നിട്ട് അത്രയും വലിയ ക്രൗഡിനോട് ഇംഗ്ലീഷിൽ സംസാരിക്കണമെന്നും അവളൊരു നിതാ അംബാനിയെ പോലെ ഡ്രസ്സ് ചെയ്ത് വരണമെന്നും അവൾ ഭയങ്കര ഒരു പ്രൊഫഷണൽ CEO ഗേളിനെ പോലെ നടക്കണമെന്നൊന്നും നിങ്ങൾ അവളിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പാടില്ല. അവർ കാറൊക്കെ ഓടിച്ച് BMW ഒക്കെ ഓടിച്ച് നടക്കണമെന്നൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു കോൺഫിഡൻറ്റ് പബ്ലിക് സ്പീക്കറോ അല്ലെങ്കിൽ ഒരു മോഡലിൻ്റെ നടത്തം നോക്കുന്നുണ്ടാവില്ല. ആ സാധാരണ പെൺകുട്ടി തന്നെയായിരിക്കും. അവൾ എപ്പോഴും ഇമോഷണലി നിങ്ങളുമായിട്ട് ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. നിങ്ങൾ എവിടെ പോയാലും അവൾക്ക് ബോറടിക്കും. അവൾ വിളിക്കും, എവിടെയാണ്, എപ്പോഴാണ് വരിക, ആ ഒരു നാഗിങ് വൈഫായിരിക്കും. കാരണം അവൾ നിങ്ങളല്ലാത്ത ഒരു ലോകം അവൾക്കില്ല. അവൾ രാവിലെ എഴുന്നേറ്റ് രാത്രി ഉറങ്ങുന്നത് വരെ ജീവിക്കുന്നത് നിങ്ങൾക്കും മക്കൾക്കും വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളില്ലാത്തൊരു ലോകത്തെക്കുറിച്ച് അവൾക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതിൻ്റെ എല്ലാ ഇമോഷണൽ പ്രശ്നങ്ങളും അവൾക്കുണ്ടാവും. അതും കൂടി സഹിക്കാൻ വേണ്ടി തയ്യാറ്. ഇതിപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ, നമുക്ക് രാവിലെ എഴുന്നേറ്റ് ബെഡ് കോഫി മുതൽ രാത്രി വരെയുള്ള എല്ലാ പരിപാടിയും വേണം. പക്ഷേ ഇമോഷണലി ഉള്ള അറ്റാച്ച്മെൻറ്റ്, എവിടെയാണെന്ന് ചോദ്യം, നിങ്ങളെന്താ വരാത്തതെന്നുള്ള ചോദ്യം, എപ്പോഴാണ് വരിക എന്നുള്ള ചോദ്യം, ഫ്രണ്ട്സിൻ്റെ കൂടുമ്പോൾ പോകുമ്പോൾ പ്രശ്നം, നിങ്ങൾ വേറെ പെണ്ണുങ്ങളെ കൂടുമ്പോൾ നടക്കുമ്പോഴുള്ള പ്രശ്നം, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ രണ്ടും കൂടി നടക്കില്ല. ആ വൈഫിന് ആ സ്വഭാവം ഉണ്ടെങ്കിൽ ഈ സ്വഭാവം ഉണ്ടാവും. അത് രണ്ടും കൂടി അക്സെപ്റ്റ് ചെയ്യുമ്പോഴേ കാര്യങ്ങൾ മുന്നോട്ട് പോകുള്ളൂ. ഇനിയിപ്പോൾ ഒരു ഉദാഹരണം, നമ്മുടെ വൈഫ് ഒരു BEd ഒക്കെ ഉള്ള ഒരു വർക്കിംഗ് വുമൺ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ രാവിലെ എഴുന്നേറ്റിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ചിലപ്പം അവൾ ഒറ്റയ്ക്കായിരിക്കുമല്ലോ ഉണ്ടാക്കണം. നമ്മളും കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്യേണ്ടി വരും. കാരണം കുട്ടികളൊരു ഭാഗത്ത്, അവളൊരു ഭാഗത്ത്, അവളെ ജോലി ഒരു ഭാഗത്ത്, നിങ്ങളെ ജോലി ഒരു ഭാഗത്ത്. അപ്പോൾ ഒറ്റയ്ക്ക് കൂട്ടിയാൽ കൂടില്ല. രണ്ടാളും കൂടി ഒന്ന് കിച്ചണിൽ കൂടി കൊടുക്കേണ്ടി വരും. മറ്റേ വൈഫാണ് ഇത് വേണ്ട കേട്ടോ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കിച്ചണിൽ ഒരു സഹായം ചെയ്യൂല. മറ്റേ ട്രഡീഷണൽ വൈഫ് ചെയ്യണ പോലെ ചെയ്യും വേണം. എന്നിട്ട് ഇവൾ BEd എടുത്ത് ജോലിക്ക് പോകണം എന്നാണ് നടക്കൂല. തിരിച്ചു വരുമ്പോൾ പൂമുഖ വാതിൽക്കൽ ഇവർ നിൽക്കുന്നുണ്ടാവില്ല. കാരണം നിങ്ങളെപ്പോലെ ജോലിക്ക് പോയതുണ്ടായിരുന്നു ഇവളും. അപ്പോൾ ഇവൾ വരുമ്പം ഇനി രാത്രി ഭക്ഷണം ചിലപ്പോൾ രണ്ടാൾ ഒരുമിച്ച് ഉണ്ടാക്കേണ്ടി വരും. വീട് മറ്റവളുടെ അത്ര ഒരു വൃത്തി വീടിനുണ്ടാവില്ല. കുട്ടികൾക്ക് അത്ര ഒരു അറ്റൻഷൻ ഉണ്ടാവില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പക്ഷേ മന്ത് എൻഡ് ആകുമ്പോൾ അവൾക്കും സാലറി ഉണ്ടാവും, നിങ്ങൾക്കും സാലറി ഉണ്ടാവും, ഒരു കുടുംബത്തിന് കുറച്ചും കൂടി ഒരു സാമ്പത്തിക ഭദ്രത ഉണ്ടാവും. മറ്റേ ആളെപ്പോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് കാക്കുവോ എവിടെയാണ് മിച്ചു വേഗം വാന്നൊന്നും ആരും പറയൂല. ഈ ഒരു എന്താണ് പറയുക, ഓഫീസ് ഗോയിങ് വൈഫ് അല്ലെങ്കിൽ ടീച്ചർ പറയൂല. അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ലോകമുണ്ട്, അവരുടേതായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി ഉണ്ട്, അവരുടേതായിട്ടുള്ള ഒരു ഫൈനാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സ്ട്രോങ് വുമൺ ആയിരിക്കും. പിന്നെ നിങ്ങൾ എണീക്ക് എന്ന് പറഞ്ഞ പോലെ ഒരു അമ്മാനെ മാടാനൊന്നും ഒരു പക്ഷേ കഴിഞ്ഞോളന്നില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു വർക്കിംഗ് വുമണിനെയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് എങ്കിൽ ആ വർക്കിംഗ് വുമൻ്റേതായിട്ടുള്ള ഗുണങ്ങളും ഉണ്ടാവും, ആ വർക്കിംഗ് വുമൻ്റേതായിട്ടുള്ള ദോഷങ്ങളും ഉണ്ടാവും. ട്രഡീഷണൽ വൈഫിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് വർക്കിംഗ് വൈഫിൽ നിന്നും പ്രതീക്ഷിക്കരുത്. ഇനി അടുത്തത്, നിങ്ങളിപ്പോൾ ചൂസ് ചെയ്ത ആൾ ഒരു പ്രാസംഗിക, ഒരു രാഷ്ട്രീയക്കാരി, അതല്ലെങ്കിൽ ഒരു എഴുത്തുകാരി, അതല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ്, അങ്ങനെയൊക്കെയുള്ള ഒരു പ്രൊഫഷനിൽ നിൽക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക ഒരു ഉദാഹരണത്തിന്. അങ്ങനെയാണെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ അവൾക്ക് ഒരു ഉദാഹരണത്തിന് പബ്ലിക്കിൽ പോയിട്ട് അല്ലെങ്കിൽ ഒരു MLA ആണെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് മെമ്പറാണെന്ന് വിചാരിച്ചോ, പഞ്ചായത്ത് പ്രസിഡൻ്റാണെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ഒരു പ്രാസംഗികയോ എഴുത്തുകാരിയാണെന്ന് വിചാരിച്ചോ, അവൾക്ക് പുറത്തു പോകേണ്ടി വരും, അന്യ ആളുകളുമായിട്ട് സംവദിക്കേണ്ടി വരും, പ്രസംഗിക്കേണ്ടി വരും, നടക്കേണ്ടി വരും, ഒരു പബ്ലിക് ഇൻട്രാക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പിന്നെ വീട്ടിൽ ചിലപ്പം ഭക്ഷണം ഉണ്ടാക്കാൻ സമയം ഉണ്ടാവില്ല, ചിലപ്പോൾ വീട് അടിച്ചു വരാൻ സമയം ഉണ്ടാവില്ല, വേലക്കാരനെ വെച്ച് കൊടുക്കേണ്ടി വരും, കുക്കനെ വെച്ച് കൊടുക്കേണ്ടി വരും. നിങ്ങൾ വരുമ്പോൾ പൂമുഖ വാതിൽക്കൽ പുഞ്ചിരി തൂകി നിൽക്കാൻ അവളെ കിട്ടില്ല. അപ്പോൾ പക്ഷേ നിങ്ങൾക്ക് പൊതുസഭകളിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ സാമൂഹിക ഇടങ്ങളിൽ വളരെ അഭിമാനത്തോടു കൂടി കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു പോഷ് വൈഫായിരിക്കും അവൾ. പക്ഷേ
അവൾ പോഷ് വൈഫ് ആവും വേണം, പക്ഷെ അതേസമയം വീട്ടിൽ അടിച്ചു വാരലും തോത്തലും ഭക്ഷണം ഉണ്ടാക്കലും ഒക്കെ ഫുൾ ടൈം ട്രഡീഷണൽ വൈഫിൽ നിന്ന് കിട്ടുന്ന എല്ലാ സർവീസും ഇവളിൽ നിന്ന് കിട്ടണം എന്ന് പ്രതീക്ഷിച്ചാൽ അത് അൺറിയാലിസ്റ്റിക് ആയിരിക്കും, കിട്ടൂല. അപ്പോൾ യൂണിറ്റ് ഒന്നെങ്കിൽ യു ചൂസ് എ ട്രഡീഷണൽ വൈഫ് ആൻഡ് അക്സെപ്റ്റ് ദാറ്റ് റിയാലിറ്റി, ഓർ യു ചൂസ് എ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ എ സ്പീക്കർ ഓർ എ റൈറ്റർ ഓർ എൻ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരാളെയാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ അത് അവരുടെ ആ ഒരു പ്രോസ് ആൻഡ് കോൺസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. കുറച്ചുകൂടി മേലോട്ട് പോയാൽ ചിലപ്പോൾ നമ്മുടെ വൈഫ് ഒരു എന്തെങ്കിലും പറയാം കുറച്ചും കൂടി ഇൻഡിപെൻഡൻ്റ് ഒരു ആക്ട്രസോ അല്ലെങ്കിൽ ഒരു മോഡലോ അങ്ങനെ കുറച്ചും കൂടി ഭയങ്കരമായിട്ടുള്ള ഒരാളാണെങ്കിൽ ഓക്കെ, നമുക്ക് എല്ലാവരും അറിയുന്ന ഒരു സോഷ്യൽ മീഡിയ ഫിഗറാണ്, ഒരു ഇൻഫ്ലുവൻസറാണ്, ഒരു ഭയങ്കര സംഭവമാണ്, ഒരു പബ്ലിക് ഫിഗറാണെന്ന് വിചാരിച്ചോ. അപ്പം നമുക്ക് അഭിമാനത്തോട് കൂടി ആ പബ്ലിക് ഫിഗർ എൻ്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞ് നമുക്ക് അഭിമാനിക്കാം. പക്ഷേ നമുക്ക് ട്രഡീഷണൽ വൈഫിൻ്റെ പോലെയോ അതല്ലെങ്കിൽ നമ്മൾ ഓഫീസ് ഗോയിങ് വൈഫിൻ്റെ മാതിരിയോ അല്ലെങ്കിൽ ദ ആക്ടിവിസ്റ്റ് അല്ലെങ്കിൽ ദ റൈറ്റർ വൈഫിൻ്റെ മാതിരി പോലും നമുക്ക് അവളെ കിട്ടില്ല. കാരണം അവൾക്ക് അവളുടേതായിട്ടുള്ളൊരു ലോകമുണ്ട്. അവൾ കുറേ ആളുകളായിട്ട് ഇൻട്രാക്ട് ചെയ്യും, ബിസി ആയിരിക്കും, ഷൂട്ടിംഗ് ഉണ്ടാവും, മോഡലിംഗ് ഉണ്ടാവും, യാത്രകൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്കിപ്പം ആ ഒരു ഉദാഹരണത്തിന് ഐശ്വര്യ റായിൻ്റെ ഭർത്താവ് ആവും വേണം, എന്നാലോ ഐശ്വര്യ റായി നമ്മളെ പാത്തുവിനെ പോലെ കിച്ചണിൽ പണിയെടുക്കുമാണ്, രണ്ടും കൂടി എന്താവില്ല, നടക്കൂല. അപ്പോൾ സത്യത്തിൽ റിലേഷൻഷിപ്പിൽ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ബോധം ഇല്ല. എൻ്റെ വൈഫ് ആരാണ് നമ്മൾ ആദ്യം തീരുമാനിക്കണം. ഹൂ ഈസ് യുവർ വൈഫ്? ഏത് പൊസിഷനിലാണ് നിങ്ങൾ വൈഫിനെ കാണുന്നത്? അത് പെണ്ണ് കാണാൻ പോകുമ്പോൾ തീരുമാനിക്കേണ്ട ഒരു സാധനമാണ്. ട്രഡീഷണൽ വൈഫാണെങ്കിൽ ട്രഡീഷണൽ വൈഫ് എല്ലാ സർവീസും കിട്ടും, പക്ഷേ അതുകൊണ്ടുള്ള എല്ലാ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റും എല്ലാ ഇടങ്ങറുകളും സഹിക്കും വേണ്ടി വരും. അപ്പോൾ കുറച്ചും കൂടി നമ്മൾ തീരുമാനിക്കേണ്ടതാണ് സാധനം, ആരാണ് നമ്മുടെ വൈഫ്. ഇനിയിപ്പോൾ ഹസ്ബൻഡ് ആണെങ്കിലും അങ്ങനെ തന്നെ നിങ്ങൾ തീരുമാനിക്കുകയാണ്. ഇപ്പം നാളെ ഒരു പെൺകുട്ടി വന്നിട്ട് പറഞ്ഞു എൻ്റെ ഹസ്ബൻഡ് ഒരു മണങ്ങനാണ്. അതെന്താ വെച്ചു, മൂപ്പര് രാവിലെ കൂലിപ്പണിക്ക് പോവും, പിന്നെ വരും, മീൻ വാങ്ങി വരും, എന്നിട്ട് വീട്ടിൽ ഇങ്ങനെ ഇരിക്കും, കുട്ടികളെ കളിപ്പിക്കും, കടന്നുറങ്ങും, ഒരു പുറത്തു പോക്കില്ല, ഇംഗ്ലീഷ് പറയാൻ അറിയില്ല, കണക്കറിയില്ല, ഒരു പ്രസംഗിക്കാൻ അറിയില്ല, കുടുംബവേദികളിൽ സ്റ്റേജിൽ പോയി പ്രസംഗിക്കാറില്ല. അങ്ങനെ മൂപ്പര് സാധാരണ ഒരു കൂലിപ്പണിക്കാരനല്ലേ, മൂപ്പര് എങ്ങനെ സ്റ്റേജിൽ പോയി പ്രസംഗിക്കുക? എനിക്ക് സ്റ്റേജിൽ പോയി പ്രസംഗിക്കാൻ അറിയുന്ന ആളാണെങ്കിൽ ഒരു അധ്യാപകനെയോ ഒരു പ്രൊഫസറെയോ അല്ലെങ്കിൽ ഒരു സ്പീക്കറെയോ കെട്ടാമായിരുന്നു. അപ്പോൾ അയാൾ 24 മണിക്കൂറും വീട്ടിലുണ്ടാവില്ല. എന്ന് രാവിലെ വീട്ടിൽ നിന്ന് പോവുക, വൈകുന്നേരം വീട്ടിൽ വരിക, 24 മണിക്കൂറും വീട്ടിലിരിക്കുക, കുട്ടികളെ നോക്കിയിരിക്കുക. അങ്ങനെയുള്ള ഒരാൾ എനിക്ക് കിട്ടൂല. എനിക്ക് പാറിപ്പറന്ന് നടക്കുന്ന ഒരാളാണ് ഉണ്ടാവുക. ചുരുക്കി പറഞ്ഞാൽ രണ്ടും കൂടി നടക്കൂല. അപ്പോൾ ഒന്നെങ്കിൽ ഒരു ട്രഡീഷണൽ കൂലിപ്പണിക്കാരനായ ഹസ്ബൻഡ് ഫുൾ ടൈം നിങ്ങളുടെ മാത്രമായി വേറെ ആരുടെ കൂടെയും സംവദിക്കാത്ത, വേറെ എവിടെയും പോകാത്ത, പണിക്ക് പോവുക, തിരിച്ചു വരിക, വീട്ടിലിരിക്കുക, കുട്ടികളുടെ കൂടെ നടക്കുക, ഏറി വന്ന് അങ്ങാടി പോകും, സാധനങ്ങൾ വാങ്ങും, തിരിച്ചു വരും, ഫുൾ ടൈം വീട്ടിലുണ്ടാവും. പക്ഷേ ബാക്കിയുള്ള എലമെൻസ് ഒന്നും ഇയാളിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. ഇയാളടുത്ത് മെർസിഡീസ് ബെൻസ് ഉണ്ടാവില്ല, ഇയാളടുത്ത് കാർ ഉണ്ടാവില്ല, ഇയാളടുത്ത് പൈസ ഉണ്ടാവില്ല, ഇയാൾ മറ്റോളെ ഇട്ട ബാഗ് ഇയാൾക്ക് വാങ്ങിത്തരാൻ കഴിയില്ല, ഒരുപാട് സാധനങ്ങൾ ചെയ്യാൻ ഇയാൾക്ക് കഴിയില്ല. അപ്പോൾ അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യം. യു നീഡ് ടു ആക്സെപ്റ്റ് ദാറ്റ് മൈ ഹസ്ബൻഡ് ഈസ് എ കോമൺ മാൻ എന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യണം. ഇനിയിപ്പോൾ നിങ്ങളൊരു അധ്യാപകനെയോ അല്ലെങ്കിൽ ഒരു പ്രൊഫസറെയോ ഒരു IT എഞ്ചിനീയറെയോ ഒക്കെ നമ്മൾ ചൂസ് ചെയ്താൽ അയാൾക്ക് കുറച്ചും കൂടി ബെറ്റർ ലൈഫ് സ്റ്റൈൽ നമുക്ക് തരാൻ പറ്റും. കുറച്ചും കൂടി പ്രൊഫഷണലായിരിക്കും, ലാംഗ്വേജ് അറിയാം, പബ്ലിക്കിന് മുമ്പിൽ കൊണ്ടുപോകാം, നമുക്ക് ഒരുമിച്ച് ആ ഒരു സോഷ്യൽ ഇടങ്ങളിലൊക്കെ നമുക്ക് എന്താണ് പറയുക പോകാൻ പറ്റിയ ഒരു അടിപൊളി ഹസ്ബൻഡായിരിക്കും. നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല ഡ്രസ്സ്, നല്ല വീട്, നല്ല കാറൊക്കെ വാങ്ങിത്തരാൻ പറ്റും. പക്ഷേ 24 മണിക്കൂറും നിങ്ങളുടെ അടുത്ത് ഇരിക്കണം എന്ന് പറഞ്ഞാൽ നടക്കൂല. അയാൾക്ക് അയാളുടേതായിട്ടുള്ള ഇടങ്ങളുണ്ടാവും, കോൺഫറൻസുകളുണ്ടാവും, യാത്രകളുണ്ടാവും, സൗഹൃദങ്ങളുണ്ടാവും, ഓഫീസിലുള്ള പെൺകുട്ടികളുണ്ടാവും, അവരോട് സംസാരിക്കുന്നുണ്ടാവും, അതല്ലെങ്കിൽ സമൂഹത്തിലുള്ള വേറെ അവരുടെ പ്രൊഫഷണൽ കുട്ടികളുണ്ടാവും, അങ്ങനെ കുറേ ആളുകൾ. അപ്പം ഒരു നാടൻ ഹസ്ബൻഡ് നടക്കുന്നത് പോലെ ഒരു പെൺകുട്ടിയോടും ഉണ്ടാതെ അല്ലെങ്കിൽ ഒരു ഇടങ്ങളും ഇല്ലാതെ ആരുടെ കൂടെയും യാത്ര ചെയ്യാതെ നിങ്ങളുടേത് മാത്രമായി അയാൾ നിൽക്കണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. അതായത് രണ്ടും കൂടി നടക്കില്ല എന്നായി പറഞ്ഞുകൊണ്ടിരുന്നത്. യു നീഡ് ടു ആക്സെപ്റ്റ് പ്രോസ് ആൻഡ് കോൺസ് ഓഫ് ഈച്ച് സ്പൗസ്. ഇനിയിപ്പോൾ ഒരു ഉദാഹരണം, നിങ്ങളുടെ ഹസ്ബൻഡ് ഒരു കുറച്ചും കൂടി പോഷായിട്ടൊരു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ എന്താ നെക്സ്റ്റ് ലെവൽ പറയാം, ഒരു നേരത്തെ പറഞ്ഞ പോലെ എഴുത്തുകാരനോ പൊളിറ്റീഷ്യനോ അതല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസറോ അങ്ങനെ വേറെ എന്തെങ്കിലും ഒരു വലിയ ഉയർന്ന രീതിയിലുള്ള ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ IAS ഓഫീസറോ IAS ഓഫീസറോ ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ അങ്ങനെ ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് പറയാം അതാണ് എൻ്റെ ഹസ്ബൻഡ്. ഇപ്പോൾ മകളെ കല്യാണമൊക്കെ വരുമ്പോൾ യെസ് ദ ഫാദർ ഓഫ് ദ ഗേൾ ഈസ്, ഉദാഹരണത്തിന് ഈസ് IPS ഓഫീസർ എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ എവിടെ ഉണ്ട് ഹേയ് വാട്ട്സ് യുവർ ഹസ്ബൻഡ്? മൈ ഹസ്ബൻഡ് ഈസ് ദ സിറ്റി പോലീസ് കമ്മീഷണർ, മൈ ഹസ്ബൻഡ് ഈസ് ദ ഫോർ എക്സാമ്പിൾ അംബാസിഡർ ഓഫ് ഇന്ത്യ ടു സിറിയ, അങ്ങനെയൊക്കെ പറയാം. ആ ഒരു ഭയങ്കര പോസ്റ്റ്. പക്ഷേ അയാളെ നിങ്ങൾക്ക് ഫുൾ ടൈം വീട്ടിലോ മാസത്തിലൊരിക്കൽ പോലും ചിലപ്പോൾ വീട്ടിൽ കിട്ടില്ല. ചിലപ്പം എന്താണ് പറയുക, എല്ലാം കൊണ്ടും ഭയങ്കര ഡിസ്കണക്റ്റഡ് ആയിരിക്കും. ഒരുപാട് ഡ്രോബാക്സ് അതിനുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഏത് ലെവലിലുള്ള സ്പൗസിനെയാണോ നമ്മൾ ചൂസ് ചെയ്യുന്നത്, ആ സ്പൗസിൽ നിന്ന് കിട്ടുന്ന സർവീസും ആ സ്പൗസിൻ്റെ ലിമിറ്റേഷനും ഡിഫറെൻ്റ് ആയിരിക്കും. പൈസ കൂടുമ്പോൾ ചിലപ്പോൾ അവൈലബിലിറ്റി കുറയും, ചിലപ്പോൾ അവൈലബിലിറ്റി കൂടുമ്പോൾ പൈസ കുറയും, ചിലപ്പോൾ പദവി കൂടുമ്പോൾ നമുക്കുള്ള അവൈലബിലിറ്റി കുറയും, വേറെ ആളുകൾക്കുള്ള അവൈലബിലിറ്റി കൂടും.
അല്ലെങ്കിൽ ഇവിടെ അറ്റൻഷൻ കുറയും, അവിടെ അറ്റൻഷൻ കൂടും, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ പ്രായോഗികമായിട്ടുള്ളൊരു കുടുംബജീവിതത്തിന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടത് ഹൂ ഈസ് മൈ സ്പൗസ്, അയാളുടെ ഞാൻ തിരഞ്ഞെടുക്കുന്ന ഇപ്പം ഒരു വർക്കിംഗ് വുമൺ ആണെങ്കിൽ വർക്കിംഗ് വുമൺ, അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണെങ്കിൽ രാവിലെ പോകും, വൈകുന്നേരം തിരിച്ചു വരും, വീട്ടിൽ തന്നെ ഉണ്ടാവും, ചെടി നനച്ചിട്ട് പ്രത്യേകിച്ച് സമൂഹത്തിലൂടെ ഓടി നടക്കുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും യാത്രകൾ, അങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ നാളെ രാവിലെ വീണ്ടും ഡ്യൂട്ടിക്ക് പോകണ്ടെന്നല്ലേ. അപ്പോൾ അയാൾ നിങ്ങൾക്ക്, പക്ഷേ അയാൾക്ക് ലിമിറ്റഡ് സാലറി ഉണ്ടാവുള്ളൂ. അയാളെ കൊണ്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മാസം എന്ത് ചെയ്യാൻ പറ്റില്ല, വള വാങ്ങിപ്പിക്കാൻ പറ്റില്ല. നേരെ മറിച്ചൊരു ബിസിനസ്സുകാരനാണെങ്കിലോ നിങ്ങൾക്ക് ഭയങ്കര വീടും ഭയങ്കര കാറും ഭയങ്കര സംവിധാനങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അയാൾ ബിസിനസ് ആവശ്യത്തിന് ഒരുപാട് യാത്ര ചെയ്യും, അയാൾ 24 മണിക്കൂറും ബിസിനസ്സിൻ്റെ പിന്നാലെ ആയിരിക്കും. നിങ്ങൾക്കൊരു റൊമാൻറ്റിക് വീട്ടിലൊതുങ്ങുന്ന ഹസ്ബൻഡിനെ കിട്ടൂല. ചുരുക്കി പറഞ്ഞാൽ ഡിസൈഡ് ദ പൊസിഷൻ ഓഫ് യുവർ സ്പൗസ്, അക്സെപ്റ്റ് ദാറ്റ് പൊസിഷൻ. അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള സർവീസേ നമുക്ക് കിട്ടുള്ളൂ. അക്സെപ്റ്റ് ദ പ്രോസ് ആൻഡ് കോൺസ്. ആ റിയാലിറ്റിയിലേക്ക് നമുക്ക് വന്നിട്ടില്ലെങ്കിൽ നമ്മുടെ കുടുംബജീവിതത്തിൽ നമുക്ക് ഒരിക്കലും ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റില്ല, പീസ് കണ്ടെത്താൻ പറ്റില്ല. ഇവാലുവേറ്റ് വിച്ച് ഈസ് യുവർ സ്പൗസ്, എന്നിട്ട് ആക്സെപ്റ്റ് ദ റിയാലിറ്റി. മറ്റൊരാശയമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.